ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ വാങ്ങിയിട്ടുണ്ട്. 7 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കബോർഡ് വർക്കൊക്കെ ചെയ്യുന്ന PVC ഷീറ്റ് ഒരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഇതേ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു ട്രേയുടെ മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഇതുപോലെ L ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതുണ്ടോ, ഈ ചെറിയ ടിന്നുകൾ, ഒരേ സൈസിലുള്ള 7 ടിന്നുകൾ ഇങ്ങനെ വയ്ക്കുവാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന പോലെ ആ ടിന്നുകൾ വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ തുളച്ചെടുക്കണം, ടിന്ന് ഇറക്കി വെക്കാൻ പാകത്തിന്. ഇതുണ്ടോ, ഇതേ രീതിയിലാണ് വരേണ്ടത്. അത് നമ്മൾ കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തേക്കുകയാണ് 7 ടിന്നുകൾ വെക്കാൻ പാകത്തിന്. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് നോക്കിയിട്ട് ഇതുപോലെ ഡ്രില്ല് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഈ ബോട്ടിലിൻ്റെ കറക്റ്റ് ഡയമീറ്റർ വരുന്ന രീതിയിൽ സർക്കുലർ സോ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് തുളച്ചെടുക്കുകയാണ് ഈ കാണുന്ന രീതിയിൽ. 7 ബോട്ടിലുകളും ഇതുപോലെ ഇറക്കി വെക്കുവാൻ പാകത്തിന് നമ്മൾ 7 ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതേ രീതിയിൽ വരും. ഇനി ആ ബോട്ടിലുകൾ ഫ്രീ ആയിട്ട് ഇറങ്ങുന്ന രീതിയിൽ ചെറുതായിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത PVC ഷീറ്റ് ട്രേയുടെ എഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ റിവിറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഇനി ഈ PVC ഷീറ്റിൻ്റെ ഷാർപ്പായിട്ട് വരുന്ന 3 എഡ്ജുകളും ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ 7 പ്ലാസ്റ്റിക് ബോട്ടിലുകളും നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഗൈനക് വാർഡിൽ അഡ്മിറ്റ് ആകുന്ന സ്ത്രീകളെ ഒരിക്കലും നമ്മൾ പേഷ്യൻസ് എന്ന് പറയാറില്ല. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ ഗൈനക് വാർഡിൽ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് തീരെ ഇഞ്ചക്ഷൻസും മരുന്നുകളൊക്കെ കുറവായിരിക്കും. എന്നാൽ സിസേറിയൻ കഴിഞ്ഞവർക്കും ഹിസ്റ്റക്ടമി കഴിഞ്ഞവർക്കും മറ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഗൈനക് വാർഡിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ട്രേ ആണിത്. ഇഞ്ചക്ഷൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേ ഉൾപ്പെടെ IV ക്യാനുല, നീഡിൽ, സിറിഞ്ച്, ബ്ലഡ് കളക്ഷൻ ബോട്ടിൽ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ ഈസി ആയിട്ട് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതുപോലെ കണ്ടോ, ഇഞ്ചക്ഷന് ശേഷം വരുന്ന ഷാർപ്പ് നീഡിൽസും കോട്ടണും ഒക്കെ ഇടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നർ എംറ്റി ചെയ്തെടുത്താൽ മതി. ഗ്ലൂക്കോമീറ്റർ എന്ത് വേണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് പേഷ്യൻ്റെ ബെഡ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ചെറിയ വർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗൈനക് വാർഡിലെ രമ്യ സിസ്റ്ററാണ്. രമ്യ എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് നഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നീറ്റായിട്ട് ക്ലയൻറ്റിൻ്റെ ബെഡ് സൈഡിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് വരുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഉണ്ടാക്കിയ ഇഞ്ചക്ഷൻ ട്രേ കണ്ടിട്ട് നൈറ്റ് സൂപ്പർവൈസർ സിസ്റ്റർക്കും ഒരുപാട് സന്തോഷമായി. നോക്കൂ, ഇഞ്ചക്ഷൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഒരു ട്രേയിൽ വെച്ച് വളരെ കൺജസ്റ്റഡ് ആയിട്ടായിരുന്നു ഇതുവരെ ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളിങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസവും പ്രയോജനവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗൈനക് വാർഡിൽ പൊതുവെ ഇഞ്ചക്ഷൻസ് ഒക്കെ കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാവുന്ന രീതിയിൽ ഉണ്ടാക്കിയത്. ഒരുപാട് ഇഞ്ചക്ഷൻസും മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ഫീമെയിൽ മെഡിക്കൽ വാർഡിലേക്ക് നമ്മൾ 1 വർഷം മുമ്പ് ഉണ്ടാക്കി കൊടുത്ത ഇഞ്ചക്ഷൻ ട്രോളിയാണ് ഈ കാണുന്നത്. അവിടെ ഇപ്പോഴും അത് വളരെ നീറ്റായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. ഗൈനക് വാർഡിൽ ഇത്തരം ഒരു ട്രോളിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ ട്രേ ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. Thank you for watching this video. Thank you.